ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ റിയാക്ഷൻസും റിഡക്ഷൻ റിയാക്ഷൻസും. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻസ്, റിയേജൻസ് ഫോർ ഓക്സിഡേഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാർട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൽ നമുക്ക് ഓക്സിഡേഷൻ യൂസിങ് ക്രോമിയം ആൻഡ് മാംഗനീസ് റിയേജൻസ് ഉണ്ട്, പിന്നെ ഓസോൺ വെച്ചിട്ടും ഓസ്മിയം ടെട്രോക്സൈഡ് ഓക്സിഡേഷൻ, പിന്നെ ഓക്സിഡേഷൻ വിത്ത് അലുമിനിയം ഐസോപ്രോപ്പോക്സൈഡ് ആൻഡ് പെറാസിഡ്സ്. അപ്പം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്സിഡേഷൻ നമ്മൾ ആദ്യമായിട്ട് ഓക്സിഡേഷൻ നമ്മൾ ഓർഗാനിക്കിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല. ഓക്സിഡേഷൻ നമ്മൾ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഓക്സിഡേഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പം രണ്ട് രീതിയിലും നമുക്ക് ഓക്സിഡേഷൻ പറയാൻ പറ്റും. ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ, വൺ ഓർ മോർ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലും നമുക്ക് ഓക്സിഡേഷൻ ഉള്ളതാണ്. അപ്പം നമുക്ക് അതിന് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനെ ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതിനെ റിഡക്ഷൻ എന്നും പറയും. അപ്പം നമുക്ക് ബ്രോഡർ ആയിട്ട് നമ്മൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, which refers to the loss and gain of electron or an increase in oxidation number, which is oxidation, and a decrease in oxidation number, which is reduction. Organic chemistry le gain of oxygen or loss of hydrogen is also referred to as oxidation. Increase in oxidation number എന്നുള്ളതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നതിനെ ഓക്സിഡേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹൈഡ്രജനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. പിന്നെ റിഡക്ഷൻ എങ്ങനെ പറയും? ലോസ് ഓഫ് ഓക്സിജനും ഗെയിൻ ഓഫ് ഹൈഡ്രജനും നമ്മൾ റിഡക്ഷൻ എന്ന് പറയും. ഇങ്ങനെ നമുക്ക് പല ടൈപ്പിൽ ഇതിനെ ഡെഫിനിഷൻ പറയാൻ പറ്റും. ഈ മൊഡ്യൂളിൽ നമ്മൾ ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ദ റിയേജന്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ് യൂസിങ് ക്രോമിയം റിയേജന്റ് ആണ്. ക്രോമിയം 6 റിയേജൻസ് ഓക്സിഡൻസ്. അപ്പോൾ ക്രോമിയം 6 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ലാബിൽ നമ്മൾ ഡൈക്രോമെട്രി ടൈട്രേഷനിലൊക്കെ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ക്രോമിയം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലേ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു ഓക്സിഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓക്സിഡൻ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂസ് ചെയ്യുന്നത്. ക്രോമിയം 6ൻ്റെ ഒരുപാട് ടൈപ്പ് ഓക്സിഡൈസിങ് ഏജൻസ് ഉണ്ട്. അത് ഒരുപാട് എണ്ണങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ക്രോമിയത്തിന് എന്താണ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 6 ആണ്. അത് ഓക്സിഡൈസിങ് ഏജന്റ്, മോസ്റ്റ് വേഴ്സറ്റൈൽ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ക്രോമിക് ആസിഡ്. ക്രോമിയം 6ൻ്റെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്രോമിക് ആസിഡ്, വിച്ച് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ഹെക്സാവാലന്റ് ക്രോമിയം. ഇനി ഈ ക്രോമിക് ആസിഡ് ഓൾമോസ്റ്റ് ഓൾ ഓക്സിഡൈസബിൾ ഗ്രൂപ്പ്സിനെ ഇത് റിയാക്ട് ചെയ്യിപ്പിക്കും. ഇനി ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്രോമിയം 6 is reduced to ക്രോമിയം 3. ക്രോമിയം 3 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ 3 ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നതെന്നർത്ഥം. പിന്നെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മറ്റ് ക്രോമിയത്തിൻ്റെ റിയേജൻസ് ആണ് ക്രോമിയം ട്രൈ ഓക്സൈഡ്, പൊട്ടാസ്യം ആൻഡ് സോഡിയം ഡൈക്രോമേറ്റ്. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ക്രോമിയം ട്രയോക്സൈഡ് dissolved in water to form chromic acid, which in fact a powerful oxidizing agent. ക്രോമിയം ട്രയോക്സൈഡ് dissolved in water എന്ന് പറഞ്ഞാൽ ക്രോമിക് ആസിഡ്, അതൊരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കിയേ. പിന്നെ സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇൻ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസറ്റിക് അൺഹൈഡ്രൈഡ്. ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസറ്റിക് അൺഹൈഡ്രൈഡ് ആകുമ്പം അവിടെ ഉണ്ടാകുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് സ്പീഷീസ് ക്രോമൈൽ അസറ്റേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്രോമിയം ട്രയോക്സൈഡ് ഇൻ ടേർട്ട് ബ്യൂട്ടനോൾ. അവിടെ ഉണ്ടാകുന്ന റിയാക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് ടേർട്ട് ബ്യൂട്ടൈൽ ക്രോമേറ്റ് ആയിരിക്കും.
നെക്സ്റ്റ് ക്രോമിയം ട്രയോക്സൈഡ് ഇൻ പിരിഡിൻ. അവിടെ ഉണ്ടാവുന്ന റിയാക്റ്റീവ് സ്പീഷീസ് പിരിഡിൻ ക്രോമിയം ഓക്സൈഡ്, അതിനെയാണ് നമ്മൾ കോളിൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. പിന്നെ ക്രോമൈൽ ക്ലോറൈഡ് ഇൻ CCl4 which is used in etad reaction. etad reagent എന്നാണ് ഇതിനെ നമ്മൾ പറയുക. ക്രോമിയം ട്രയോക്സൈഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് സോഡിയം ബോറേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിസ്റ്റ്. പിന്നെ 8 നോർമൽ ക്രോമിക് ആസിഡ് in aqueous sulfuric acid which is known as Jones reagent. പിന്നെ നെക്സ്റ്റ് PCC പറഞ്ഞാൽ pyridine chlorochromate which is a solution of chromium trioxide in pyridine in presence of hydrochloric acid. ഇത്രയും റിയേജൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ക്രോമിയത്തിന്റെ റിയേജൻസ്, ഓക്സിഡൈസിങ് ഏജൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നിനും ചില റിയേജൻസിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ജോൺസ് റിയേജന്റ് ആണ്. ജോൺസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ജോൺസ് റിയേജന്റ് എന്താ പറഞ്ഞേ? 8 നോർമൽ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഇൻ aqueous sulfuric acid. ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഇൻ സൾഫ്യൂരിക് ആസിഡ്. ജോൺസ് റിയേജന്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ഈ ക്രോമിയത്തിന്റെ റിയേജൻസ് എല്ലാം എന്താണ്? ആൽക്കഹോളിനെ കാർബണൈൽ കോമ്പൗണ്ട്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാന്ന്. അപ്പൊ ആൽക്കഹോളിനെ കാർബണൈലാക്കി മാറ്റുക. അപ്പൊ ജോൺസ് റിയേജന്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് ടു കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് കീറ്റോൺ റെസ്പെക്റ്റീവ്ലി ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ആസിഡ് സെൻസിറ്റീവ് ഗ്രൂപ്പ്. അപ്പം പ്രൈമറി ആൽക്കഹോളിനെ അത് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും, സെക്കൻഡറി ആൽക്കഹോളിനെ അത് കീറ്റോൺ ആക്കി മാറ്റും. എങ്ങനത്തെ? ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ആസിഡ് സെൻസിറ്റീവ് ഗ്രൂപ്പ്. ആസിഡ് സെൻസിറ്റീവ് ഗ്രൂപ്പുകൾ ഇല്ലാത്തതിന്. ആസിഡ് സെൻസിറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പം അവിടെ ഇത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റിയേജന്റ് വളരെ സെലക്റ്റീവ് ആണ്. വെരി സെലക്റ്റീവ് ആസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ വിച്ച് കണ്ടെയ്ൻ CC ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. CC ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ഉള്ള ആൽക്കഹോൾസിനെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡ് അല്ല കാർബോക്സിലിക് ആസിഡും കീറ്റോണും ഒക്കെ ആക്കി മാറ്റാൻ ഇതിനെ യൂസ് ചെയ്യാം. വിച്ച് ഡു നോട്ട് അഫക്ട് ദ CC ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. അപ്പം ആസിഡ് സെൻസിറ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകുമ്പം പ്രശ്നമാണ്. പക്ഷെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ഉള്ള കാർബൺസ് ഉണ്ടെങ്കിലും അതിനെയൊന്നും എഫക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ആൽക്കഹോളിക് പാർട്ടിനെ ഓക്സിഡേഷൻ മാത്രം നടത്തുന്ന റിയേജന്റ് ആണ് ജോൺസ് റിയേജന്റ്. അതുകൊണ്ട് തന്നെ ഇത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനെ ഒന്നും എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അലൈലിക് ബെൻസിലിക് CH ബോൺസ് ആൻഡ് അതർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ് ഒന്നും എഫക്റ്റ് ചെയ്യാണ്ട് അലൈലിക് ആൽക്കഹോളിനെ അലൈലിക് ആൽഡിഹൈഡ് അതിൻ്റെ ഫർദർ പിന്നെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ഒക്കെ ആക്കി മാറ്റാൻ ഇത് സഹായിക്കാറുണ്ട്. ഇറ്റ് ഈസ് ക്രോമിയം ഓക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് അസറ്റോൺ. എ മിക്സ്ചർ ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ആൾസോ ബി യൂസ്ഡ്. അപ്പൊ ഇതിന്റെ മെക്കാനിസം പറയുമ്പോഴാണ് നമ്മൾ ഇതും കൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ജോൺസ് റിയേജന്റ് എന്ന് പറഞ്ഞാല് ക്രോമിക് ആസിഡ് ഇൻ സൾഫ്യൂരിക് ആസിഡ് ആണ്, അക്വസ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ നമ്മൾ ക്രോമിക് ആസിഡും സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ പറഞ്ഞു. ക്രോമിയം ട്രയോക്സൈഡും വാട്ടറും കൂടിയാൽ തന്നെ ക്രോമിക് ആസിഡ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഡിസ്കസ് ചെയ്ത സമയത്ത് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടോന്ന് ഓർമ്മയില്ല. എന്തായാലും ക്രോമിക് ആസിഡും വാട്ടറും കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാവും? ക്രോമിക് ആസിഡ് ആണ് ഉണ്ടാവുക. അപ്പം ക്രോമിക് ആസിഡ്, സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ജോൺസ് റിയേജന്റ്, ഇതിനെല്ലാം മെക്കാനിസം ഒരേപോലെയാണ്. കാരണം എല്ലാത്തിലും ഉണ്ടാവുന്നത് എന്താണ്? ക്രോമിക് ആസിഡ് ആണ്. റിയാക്റ്റീവ് പാർട്ട്, റിയാക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് ക്രോമിക് ആസിഡ് ആണ്. അപ്പൊ ഇതിന്റെ മെക്കാനിസം നമുക്ക് ഈ പറയപ്പെട്ടതിനെല്ലാം ഒരുപോലെ പറയാം. പക്ഷേ ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ ജോൺസ് റിയേജന്റ് നമ്മൾ പറഞ്ഞു C ഡബിൾ ബോണ്ട് CO, C ട്രിപ്പിൾ ബോണ്ട് CO അങ്ങനെ എന്തെങ്കിലും പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും എഫക്റ്റ് ചെയ്യാണ്ട് നമ്മൾ ആൽക്കഹോളിക് ഗ്രൂപ്പിനെ കാർബണൈൽ ഗ്രൂപ്പ് ആക്കിയിട്ട് ഓക്സിഡേഷൻ നടത്തും. അതേസമയം നമ്മളെ ക്രോമിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒക്കെ ആവുമ്പം എന്താ സംഭവിക്കുക?
primary alcohols on oxidation with sodium or potassium dichromate in dilute sulfuric acid give the corresponding aldehyde which are further oxidized by the same reagent to carboxylic acid. ഇവിടെ ക്രോമിക് ആസിഡിലും സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിലും പ്രൈമറി ആൽക്കഹോളിനെ ആദ്യം ആൽഡിഹൈഡ് ആക്കും, ഫർദർ ആസിഡ് ആക്കും. പിന്നെ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലോ സെക്കൻഡറി ആൽക്കഹോളിനെ കറസ്പോണ്ടിങ് കീറ്റോൺ ആക്കി മാറ്റും. ഇങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്. പക്ഷേ ജോൺസ് റിയേജനിൽ സി ഡബിൾ ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് സി ഒന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്താണ് ക്രോമിക് ആസിഡിലും സോഡിയം ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലൊക്കെ ആസിഡ് സെൻസിറ്റീവ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെയും കൂടെ റിയാക്ഷൻ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസത്തിലേക്ക് പോവാം. മെക്കാനിസം പറയുന്നുണ്ട്. ക്രോമിയം ട്രയോക്സൈഡ് or sodium dichromate with dilute sulfuric acid in situ form chromic acid. Chromic acid and alcohol then through chromate ester. Chromic acid ആണ് നമ്മൾ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഒരു ആസിഡും ഒരു ആൽക്കഹോളും റിയാക്ട് ചെയ്താൽ എന്താവും? എസ്റ്റർ ഫോം ചെയ്യും. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇവിടെ അതൊരു ഇനോർഗാനിക് ആസിഡ് ആണ്, ക്രോമിക് ആസിഡ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ക്രോമിക് ആസിഡും നമ്മൾ ആൽക്കഹോളും റിയാക്ട് ചെയ്തിട്ട് ഒരു ക്രോമേറ്റ് എസ്റ്റർ ഫോം ചെയ്ത് ഗിവ് കാർബോണൈൽ കോമ്പൗണ്ട് ഇൻ പ്രസൻസ് ഓഫ് ബേസ് വാട്ടർ. ഇൻ ദിസ് കേസ് ഒരു ബേസ് വന്ന് അതിൽ നിന്നൊരു പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ നടന്നിട്ട് ആ ക്രോമേറ്റ് എസ്റ്ററിൽ നിന്ന് കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ടാവും. ദ ഇൻട്രാമോളിക്കുലർ റിയാക്ഷൻ ഒക്കർ ബൈ വേ ഓഫ് ബീറ്റ എലിമിനേഷൻ ത്രൂ എ സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓരോന്നായിട്ട് നമുക്ക് പറയാം. എന്താ chromic CrO3 in presence of H2SO4 and H2O which will form chromic acid. That is in equilibrium with dichromic acid. അല്ലേ? ഡൈക്രോമിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട് ക്രോമിക് ആസിഡ് ഇക്വിലിബ്രിയത്തിലാണത്. അപ്പോൾ സോഡിയം ഡൈക്രോമേറ്റ്, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിലും ക്രോമിയം ട്രയോക്സൈഡ് ഇൻ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലും എല്ലാത്തിലും കോമൺ റിയാക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് ക്രോമിക് ആസിഡ് ആണ്. ഇനി ഈ ക്രോമിക് ആസിഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്? ആൽക്കഹോളുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് പറയാനുള്ളത്. ക്രോമിക് ആസിഡിൽ എന്താണ്? ക്രോമിക് ആസിഡിൽ ക്രോമിയം 6 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ആൽക്കഹോളുമായിട്ട് കമ്പൈൻ ചെയ്ത് കണ്ടോ, ക്രോമിക് ആസിഡിലുള്ള OHും ആൽക്കഹോളിലത്തെ OHും തമ്മിൽ കണ്ടൻസേഷൻ നടന്ന് H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് ഒരു ക്രോമേറ്റ് എസ്റ്റർ ഫോം ചെയ്തു. ഇനി ആ ക്രോമേറ്റ് എസ്റ്ററിൽ ഒരു ബീറ്റ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ബീറ്റ ഹൈഡ്രജനെ ഒരു ബേസ് വന്ന് H+ ആയിട്ട് അബ്സ്ട്രാക്ട് ചെയ്യാം. ഇവിടെ വരുന്ന ബേസ് H2O ആണ്. അപ്പൊ H2O Hനെ H+ ആയിട്ട് അബ്സ്ട്രാക്ട് ചെയ്യുമ്പം ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ആ CO ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി അവിടെ അപ്പൊ എന്തായി? CO ബോണ്ടിലേക്ക് ഈ CH ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത C ഡബിൾ ബോണ്ട് O ആയി. അപ്പോ R C ഡബിൾ ബോണ്ട് O R. ഇനി നമ്മളെ ക്രോമിയത്തിന്റെ പാർട്ടോ Cr ഡബിൾ ബോണ്ട് O OH അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ഡബിൾ ബോണ്ട് ഓയിലുള്ള ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് Cr O മൈനസ് ഉണ്ടാവും. പിന്നെ നമ്മളെ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത ബേസ് H3O+ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ എന്തായി? ആൽക്കഹോള് നമ്മൾ എടുത്തത് സെക്കൻഡറി ആൽക്കഹോൾ ആയിരുന്നു, അത് കാർബണൈൽ എന്ന് പറഞ്ഞാൽ കീറ്റോൺ ആയി മാറി. ഇനി നമ്മൾ ഇപ്പം സെക്കൻഡറി ആൽക്കഹോൾ എടുത്തതുകൊണ്ട് കീറ്റോൺ ആയി മാറി, അവിടെ റിയാക്ഷൻ അവസാനിച്ചു. ഇനി നമ്മൾ ആൽഡിഹൈഡ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലോ, നോക്കിയേ, ആൽഡിഹൈഡ് ആണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ഇതേപോലെ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്തുണ്ടാവും? ആൽഡിഹൈഡ് ഉണ്ടാവും. ഇനി പക്ഷേ ആൽഡിഹൈഡിന് ഒരു കുഴപ്പമുണ്ട്. ആൽഡിഹൈഡ് ക്യാൻ ഫോം ഹൈഡ്രേറ്റ്സ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് ഫർദർ ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് ക്രോമിയം 6 റിയേജന്റ്. അപ്പൊ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെക്കാനിസം നടന്നിട്ട് അത് ആൽഡിഹൈഡ് ആവും. പക്ഷേ ആൽഡിഹൈഡ് ഇൻ പ്രസൻസ് ഓഫ് H2O എന്താവും? ഹൈഡ്രേറ്റ് ഫോം ചെയ്യും. ഹൈഡ്രേറ്റ് ഫോം ചെയ്യാൻ പറഞ്ഞാൽ ഈ C ഡബിൾ ബോണ്ട് O എന്നുള്ളത് COH ആയി മാറും. അപ്പൊ അവിടെ OH പ്രസന്റ് ആയി വരുമ്പം ക്രോമിക് ആസിഡ് വീണ്ടും മീഡിയത്തിലുണ്ട്. അപ്പൊ അവിടെ വീണ്ടും ഒരു എസ്റ്റർ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ എസ്റ്റർ ഫോം ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം പോലെ തന്നെ. അതിൽ നിന്ന് ബീറ്റ ഹൈഡ്രജനെ ബേസ് വന്ന് അബ്സ്ട്രാക്ട് ചെയ്തു, ഇതേപോലെ ഷിഫ്റ്റ് നടന്ന് അത് ഫർദർ
എന്തായിട്ട് മാറി? RC ഡബിൾ ബോണ്ട് OH ആയിട്ടാണ് മാറുക. എന്ന് പറഞ്ഞാൽ ആസിഡ് ഫോം ചെയ്യും. അപ്പം ആൽഡിഹൈഡിന്റെ കേസിൽ അത് വാട്ടറിന്റെ പ്രസൻസിൽ ഹൈഡ്രേറ്റ് ഫോം ചെയ്യും. അതുകൊണ്ട് അത് ഫർദർ ഓക്സിഡൈസ്ഡ് ഇൻടു കാർബോക്സിലിക് ആസിഡ്. John's reagent is prepared by adding chromium trioxide to dilute sulfuric acid. എന്ന് പറഞ്ഞാൽ chromium trioxide dilute sulfuric acidലേക്ക് ഒഴിക്കുമ്പോൾ എന്തായി മാറും? chromic acid ആവും. In acetone and is added to the alcohol at 0 to 25 degrees Celsius. The oxidation of John's reagent, primary allylic and benzylic alcohol gives aldehyde. Aldehyde ne further carboxylic acid ആക്കുന്ന ആ ഓക്സിഡേഷൻ എന്തിന്റെ കേസിലില്ല? ജോൺസ് റിയേജന്റിന്റെ കേസിൽ നടക്കലില്ല. അപ്പം ക്രോമിക് ആസിഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, സോഡിയം ഡൈക്രോമേറ്റ് അതിലൊക്കെയാണ് പ്രൈമറി ആൽഡിഹൈഡ് ഫർദർ എല്ലാ ആൽഡിഹൈഡുകളും ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡായി മാറുന്നത്. ജോൺസ് റിയേജന്റ് നമ്മൾ സാധാരണയായിട്ട് ഡബിൾ ബോണ്ട് ഒക്കെ ഉള്ള കേസുകളിലൊക്കെ യൂസ് ചെയ്യാൻ സെലക്റ്റീവ് ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ബെൻസൈൽ ആൽക്കഹോള് എന്താവുക? ബെൻസാൽഡിഹൈഡ് ആവും. ആ ബെൻസാൽഡിഹൈഡ് എന്താണ്? ഡു നോട്ട് ഫോം ഹൈഡ്രേറ്റ് ഇൻ സിഗ്നിഫിക്കന്റ് എമൗണ്ട്. സോ അതെങ്ങനെ നിൽക്കും? ആൽഡിഹൈഡ് ആയിട്ട് തന്നെ നിൽക്കും. ഫർദർ കാർബോക്സിലിക് ആസിഡ് ആയി മാറില്ല, ബെൻസോയിക് ആസിഡ് ആയി മാറില്ല. അതേപോലെ ഒരു അലൈൽ ആൽക്കഹോൾ തന്നിട്ടുണ്ട്. അതും അലൈൽ ആൽഡിഹൈഡ് ആയിട്ട് മാറാണ്. ഫോർ ദ സിന്തസിസ് ഓഫ് ആൽഡിഹൈഡ്, മറ്റുള്ള ആൽഡിഹൈഡിന്റെ സിന്തസിസ് ഇതൊക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് മാത്രമാണ്. മറ്റ് സിന്തസിസ് ഓഫ് ആൽഡിഹൈഡിന് ജോൺസ് റിയേജന്റിനേക്കാളും നല്ലത് കോളിൻസ് or use of more modern although more expensive chromium 6 reagents such as PCC or PDC can be an appropriate choice. Tertiary alcohol cannot be oxidized by this reagent. It is a powerful oxidizing reagent and exhibit only poor chemoselectivity. പവർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്താണ്? സെലക്ടിവിറ്റി കുറവുമാണ്. സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. ഓക്സിഡേഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ തരും, പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് തരും ആദ്യം, എന്നിട്ട് പിന്നെ അത് കാർബോക്സിലിക് ആസിഡ് ആയി മാറും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, കണ്ടോ? സൈക്ലോഹെക്സനോള് സൈക്ലോഹെക്സനോൺ ആയി മാറി. സെക്കൻഡ് കോമ്പൗണ്ട് അതേപോലെ തന്നെ CH2OH CHO ഫർദർ ഓക്സിഡൈസ്ഡ് ഇൻടു COOH. ഇനി ജോൺസ് റിയേജന്റ് ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞേ? ഓക്സിഡൈസബിൾ ഗ്രൂപ്പുകളൊന്നും വല്ലാണ്ട് അറ്റാച്ച് ചെയ്യില്ല. അതാണ് മൂന്നാമത്തെ എക്സാമ്പിൾ. ഒരു ഇത് കണ്ടോ, ഇതില് ഒരു ഓക്സിഡൈസബിൾ പാർട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും അഫക്റ്റ് ചെയ്യാണ്ട് ജോൺസ് റിയേജന്റ് CHOHനെ C ഡബിൾ ബോണ്ട് O ആക്കി മാറ്റും. ഇങ്ങനെയാണ് എക്സാമ്പിൾസ് കിടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കോംപ്ലക്സ് ആണ്. ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഈ റിയേജന്റിനെയാണ് നമ്മൾ കോളിൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. It is obtained by the addition of chromium 6 oxide to pyridine. pyridiniലേക്ക് CrO3 ആഡ് ചെയ്താൽ ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ എന്ന് പറഞ്ഞാൽ കോളിൻസ് റിയേജന്റ് ഉണ്ടാവും. Collins reagent is useful for oxidation of alcohols containing acid sensitive functional group. Acid sensitive functional group ഉള്ള ടൈപ്പ് ആൽക്കഹോളിനെയും എന്താക്കി മാറ്റാൻ പറ്റും? പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കിയും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കിയും കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാ ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിന് രണ്ട് ടൈപ്പ് ഓക്സിഡേഷൻ ഉണ്ട്. സാരറ്റ് ഓക്സിഡേഷനും കോളിൻസ് ഓക്സിഡേഷനും. ഓക്സിഡേഷൻ ആർ ജനറലി ക്യാരിഡ് ഔട്ട് ഇൻ ഡൈക്ലോറോമീഥേൻ സൊല്യൂഷൻ അണ്ടർ അൺഹൈഡ്രസ് കണ്ടീഷൻ. Chromium trioxide pyridine complex was used for the oxidation of primary and secondary alcohol by Saret. The oxidation usually requires pyridine as a solvent. Pyridine solvent use ചെയ്തിട്ട് നടത്തിയ ഓക്സിഡേഷൻ, അതിനെ സാരറ്റ് ഓക്സിഡേഷൻ എന്നാ പറയുക. പക്ഷെ ഇവിടെ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു, നമുക്കുണ്ടാവുന്ന നമ്മളെ റിയാക്ഷൻ മീഡിയത്തിൽ പിരിഡിൻ ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് ആൽക്കഹോളിനെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആക്കി മാറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് പിരിഡിനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ പിരിഡിൻ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് സാരറ്റ് ഓക്സിഡേഷൻ എന്ന് പറയുക.
അപ്പം ഈ ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോളിൻസ് ഒരു പുതിയ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നും. ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കോംപ്ലക്സ് വാസ് ഫസ്റ്റ്. ആദ്യം ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കോംപ്ലക്സ് ഫോം ചെയ്തു. എന്നിട്ട് ആ ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കോംപ്ലക്സ് പിരിഡിനിൽ നിന്ന് ആദ്യം അങ്ങോട്ട് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് this chromium trioxide pyridine complex was first removed from pyridine and consequently added to CH2Cl2. എന്നിട്ട് this oxidation of alcohol with chromium trioxide pyridine complex in CH2Cl2 solvent ആയിട്ട് CH2Cl2 യൂസ് ചെയ്തിട്ടുള്ള ഓക്സിഡേഷനെ കോളിൻസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. ഇതാണ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സിന്നമൈൽ ആൽക്കഹോള് CrO3 pyridine സിന്നമാൽഡിഹൈഡ് ആയിട്ട് മാറി. കോളിൻസ് റിയേജന്റ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പ്രാവശ്യം കേൾക്കണോണ്ട് എന്തായാലും നഷ്ടമൊന്നുമില്ലല്ലോ. കോളിൻസ് റിയേജന്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ആൻഡ് ഐസൊലേറ്റഡ് ഇൻ ഓർ ജനറേറ്റഡ് ഇൻ സിറ്റു. ഐസൊലേഷൻ ഓഫ് റിയേജന്റ് ഓഫൻ ലീഡ്സ് ടു ഇംപ്രൂവ്ഡ് yields. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ പിരിഡിൻ സോൾവെന്റ് മാറ്റി CH2Cl2 ആക്കുമ്പം അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിയേജന്റ് പ്രിപ്പയർ ചെയ്തിട്ട് പിരിഡിനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. Collins reagent is a mixture of chromium trioxide with pyridine in dichloromethane. It is used to selectively oxidize primary alcohols to aldehyde and will tolerate many other functional groups in the molecule. ഇത് ജോൺസ് റിയേജന്റിന്റെയും PCC-ക്കൊക്കെ ഒരു alternative ആണ് in the oxidation of secondary alcohol. Moreover, Collins reagent is especially useful for acid sensitive functional group contain ചെയ്തിട്ടുള്ള compounds-ന്റെ oxidation. This complex is both difficult and dangerous to prepare as it is very hygroscopic and can inflame during its preparation. It is required to use in 6-fold excess. നമ്മൾ പറയുന്നുണ്ട് എക്സസ് റിയേജൻസ് വേണം എന്ന് പറഞ്ഞാൽ 6:1 അല്ലെങ്കിൽ 5:1 റേഷ്യോയിൽ റിയേജൻറ്റ് നമ്മൾ റിയാക്റ്റൻറ്റിനേക്കാളും കൂടുതൽ വേണം. അപ്പം അത്രയും എക്സസ് റിയേജൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നർത്ഥം. കുറച്ച് എക്സാമ്പിൾസും കൂടി തന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ. ഡബിൾ ബോണ്ട് ഉള്ള ഒരു ആൽക്കഹോള് ക്രോമിയം ട്രയോക്സൈഡ് പിരിഡിൻ കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യാണ്ട് പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആയി മാറും. ആൽഡിഹൈഡ് ഫർദർ കാർബോക്സിലിക് ആസിഡ് ആവുന്നുമില്ല. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൽഡിഹൈഡിൽ ഓക്സിഡേഷൻ നിൽക്കും, അതിൻ്റെ ഫർദർ ഓക്സിഡേഷൻ നടക്കുന്നില്ല. 1 ഹെപ്റ്റനോൾ 1 ഹെപ്റ്റനാളായി മാറി. പിന്നെ വേറൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട് കണ്ടോ, അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. OAC എന്ന് പറഞ്ഞൊരു ആസിഡ് സെൻസിറ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതിനൊന്നും എഫക്റ്റ് ചെയ്യാണ്ട് ആ പ്രൈമറി CH2OH എന്ന് പറഞ്ഞ പ്രൈമറി ആൽക്കഹോളിനെ കറസ്പോണ്ടിങ് CHO ആയിട്ട് മാറ്റുന്നുണ്ട്. കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. ഈസിലി ഓക്സിഡൈസബിൾ എസ്റ്റർ ലിങ്കേജ് ഉണ്ടെങ്കിലും അതിനെ എഫക്റ്റ് ചെയ്യാണ്ട് OH CHO ആയിട്ട് മാറി. കാണുന്നില്ലേ? പിന്നെ ഡബിൾ ബോണ്ടും റിങ്ങും ഒക്കെ ഉണ്ട്, പക്ഷെ അതിൽ OH-നെ മാത്രം സെലക്റ്റീവായിട്ട് കാർബണൈൽ കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന 1-2 റിയാക്ഷൻസ്. ഈ കോളിൻസ് ഓക്സിഡേഷനിൽ ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ എ കൺസിഡറബിൾ എക്സസ് ഓഫ് റിയേജന്റ് ഈസ് നെസസറി. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് അതാണ്. എക്സസ് റിയേജന്റ് നെസസറി ആണ്. യൂഷ്വലി 5:1 അല്ലെങ്കിൽ 6:1 റേഷ്യോയിൽ കോംപ്ലക്സും ആൽക്കഹോളും ഉള്ള റേഷ്യോയിൽ അത്രയും റിയേജന്റ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ടു എൻഷുർ റാപ്പിഡ് ആൻഡ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ. പക്ഷേ ഈ ഇത് ഓവർകം ചെയ്യുന്നത് ഗുഡ് റിസൾട്ട്സ് ആർ ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്. അങ്ങനെ ഒരു റിയേജന്റ് ഉണ്ടല്ലോ PCC, പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് വെച്ചിട്ടാണ് പിന്നെ ഈ ഡ്രോബാക്ക് ഓവർകം ചെയ്യുന്നത്. നമ്മളെ കോളിൻസ് റിയേജന്റ് എക്സസ് റിയേജന്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റാപ്പിഡ് ആൻഡ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുള്ളൂ. അതേസമയം PCC യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിയേജന്റ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഫോർമേഷൻ ഈസി ആക്കി നടത്താൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് PCC ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് PCC ആണ്. This reagent is obtained by adding pyridine to a solution of chromium 6 oxide in hydrochloric acid. ഒക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കോളിൻസ് റിയേജന്റ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒബ്റ്റെയിൻ ചെയ്ത്? അഡീഷൻ ഓഫ് CrO3 to pyridine. ഇവിടെയോ
adding pyridine to a solution of CrO3 in hydrochloric acid. ഹൈഡ്രോക്ലോറിക് ആസിഡിലുള്ള സൊല്യൂഷനിലേക്കാണ് പിരിഡിൻ ആഡ് ചെയ്യുന്നത്, ക്രോമിയം ഡയോക്സൈഡിന്റെ സൊല്യൂഷനിലേക്ക്. അപ്പം അവിടെ ഫോം ചെയ്യുന്ന PCCയുടെ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. PCC ഈസ് മൈൽഡ് സെലക്റ്റീവ് റിയേജന്റ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ഓർഗാനിക് സോൾവെന്റ് സച്ച് ആസ് CH2Cl2. PCC can oxidize primary and secondary alcohols to the corresponding carbonyl compound. പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ടും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ടും കൺവേർട്ട് ചെയ്യും. ദ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾസ് വിത്ത് PCC സ്റ്റോപ്സ് അറ്റ് ആൽഡിഹൈഡ് സ്റ്റേജ്. സാധാരണ ക്രോമിയത്തിന്റെ റിയേജന്റ് നമ്മൾ പറഞ്ഞിരുന്നു, പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി ഫർദർ ഓക്സിഡൈസേഷൻ നടന്നിട്ട് കാർബോക്സിലിക് ആസിഡ് ആക്കുമായിരുന്നു. പക്ഷേ PCC എന്താണ്? സെലക്റ്റീവ് റിയേജന്റ് ആണ്. അത് ആൽഡിഹൈഡ് സ്റ്റേജിൽ ഓക്സിഡേഷൻ നിർത്തും. കാരണം ബിക്കോസ് ആസിഡ് ക്രോമേറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ റിയാക്ഷൻ മിക്സ്ചർ. ആൽഡിഹൈഡ് ഫർദർ ആസിഡ് ക്രോമേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ക്രോമേറ്റ് എസ്റ്റർ ഫോം ചെയ്തിട്ടാണ്, നമ്മൾ മെക്കാനിസം പറഞ്ഞത് ഓർമ്മയില്ലേ, എന്നിട്ടാണ് അത് കാർബോക്സിലിക് ആസിഡ് ആയി മാറുന്നത്. പക്ഷേ ഇവിടെ എന്താ? ആസിഡ് ക്രോമേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൽഡിഹൈഡ് ഫർദർ ഓക്സിഡേഷൻ ടു കാർബോക്സിലിക് ആസിഡ് എന്തിന്റെ കേസിൽ നടക്കില്ല? PCCയുടെ കേസിൽ നടക്കില്ല. എക്സാമ്പിൾ പറയുന്നുണ്ട്, കണ്ടോ. PCC ഈസ് യൂസ്ഫുൾ ഫോർ ഓക്സിഡൈസിങ് അലൈലിക് കാർബൺ ടു കീറ്റോ ഗ്രൂപ്പ്. അലൈലിക് കാർബണെ കീറ്റോ ഗ്രൂപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡിനെയും പ്രൈമറി ആൽക്കഹോളിനെയും സെക്കൻഡറി ആൽക്കഹോളിനെയും കാർബണൈൽ കോമ്പൗണ്ട് ആക്കി മാറ്റുന്നുണ്ട്. അതിന്റെ പുറമെ അലൈലിക് കാർബണെ കീറ്റോ ഗ്രൂപ്പ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ തൊട്ടപ്പുറത്തുള്ള CH2 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഡബിൾ ബോണ്ട് O ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് അലൈലിക് കാർബണിനെ കീറ്റോ ഗ്രൂപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ. ഇൻ സച്ച് കേസസ് ദ ആൽക്കഹോളിക് ഗ്രൂപ്പ് ഈസ് പ്രസന്റ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ബിഫോർ ഓക്സിഡേഷൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും OH അതിലുണ്ടെങ്കിൽ അതിനെയും കൂടെ ഓക്സിഡേഷൻ നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ആ OHനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം അലൈലിക് ഓക്സിഡേഷൻ നടക്കാൻ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്, കണ്ടോ. ഇവിടെ ആദ്യം ഈ കൊളസ്ട്രോളിന്റെ ഒരു ഡീൽസ് ഹൈഡ്രോ കാർബൺ ആണിത്. അതിൽ OH ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ OBZ വെച്ച് എന്താണ് പ്രൊട്ടക്ട് ചെയ്തു. പ്രൊട്ടക്ട് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ടഡ് കാർബണിനെ നമ്മൾ PCC വെച്ച് ട്രീറ്റ് ചെയ്താൽ അതിന്റെ ആൽഫ ഹൈഡ്രജൻസ് റിമൂവ് ചെയ്ത് അവിടെ അലൈലിക് കാർബൺ ഒരു കീറ്റോ ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. PCC can also be used for selective oxidation of alcohols containing other acid sensitive groups such as double bonds. Double bond, triple bond ഒക്കെ ഉള്ള കേസുകളിലും ആൽക്കഹോളിനെ സെലക്റ്റീവ് ആയിട്ട് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആക്കി മാറ്റാനും PCC യൂസ് ചെയ്യുന്നുണ്ട്. PCCയുടെ കുറച്ച് 2 റിയാക്ഷൻസും കൂടി തന്നതാണ്. PCC is also used for the oxidation of primary alcohol to aldehyde. Does not have any effect on C double bond C. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, or any other easily oxidizable functional groups. ഇപ്പൊ ജെറാനിയോൾ കണ്ടോ, PCC വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ ജെറാനിയാൾ ആയി മാറി. 2 ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ആ ഡബിൾ ബോണ്ടിനെ ഒന്നും എഫക്ട് ചെയ്യാണ്ട് CH2OH CHO ആയിട്ട് മാറി. Double bond is not affected. PCC is used in aprotic solvent. Usually dichloromethane പോലെയുള്ള aprotic solventsലാണ് ഇത് യൂസ് ചെയ്യുന്നത്. As no water is present in reaction mixture, no aldehyde hydrate is formed which is oxidized to carboxylic acid in presence of chromium 6. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആയി മാറും, ഫർദർ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നില്ല. കാരണം അവിടെ ക്രോമേറ്റ് എസ്റ്റർ ഫോം ചെയ്യാനുള്ള ആൽഡിഹൈഡ് ഹൈഡ്രേറ്റ് ഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ആൽഡിഹൈഡിൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. PCCയുടെ വേറൊരു പ്രത്യേകത നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പൊ തൊട്ട് മുന്നേ ഉള്ള റിയേജന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ട് മുന്നേ ഉള്ള റിയേജന്റ് ഏതായിരുന്നു? കോളിൻസ് റിയേജന്റിൽ 5:1 അല്ലെങ്കിൽ 6:1 റേഷ്യോയിൽ നമ്മൾ റിയേജന്റ് എക്സസ് ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ PCCയിൽ ആ ഡ്രോബാക്ക് നികത്താൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയേജന്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്ലോസ് ടു സ്റ്റോഷിയോമെട്രിക് എമൗണ്ട് വിത്ത് സബ്സ്ട്രേറ്റ്. 1:1 റേഷ്യോയിൽ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ മതി റിയേജന്റും നമ്മളെ സബ്സ്ട്രേറ്റും. അത് വേറൊരു പ്രത്യേകതയാണ്. PCC efficient and widely used reagent for oxidation of primary and secondary alcohol. pyridinium ക്ലോറോക്രോമേറ്റിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. കുറച്ച് എക്സാമ്പിൾസും കൂടിയാണ് തന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കുറച്ചധികം എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്കത് എക്സാമിനും മനസ്സൊക്കെ ഓടി വരണം. അതിന് വേണ്ടിയിട്ട് കാണിച്ചു തരാന്നേ ഉള്ളൂ. 1,6-hexane diol
ഡയോള് ഡയാളായി മാറി, രണ്ട് ഭാഗത്തും ആൽഡിഹൈഡായി മാറി. പിന്നെ ബെൻസഹൈഡ്രോൾ ബെൻസോഫിനോൺ ആയി മാറി. പിന്നെ കണ്ടോ വേറൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, 4-ബ്യൂട്ടൈൽ സൈക്ലോഹെക്സനോൾ, സൈക്ലോഹെക്സനോൺ ആയിട്ട് മാറി. കുറച്ചധികം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്സിഡൈസബിൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെന്താ, ഡബിൾ ബോണ്ടിനെ ഒന്നും എഫക്റ്റ് ചെയ്യണില്ല. പിന്നെ ആൽഡിഹൈഡിനെ ആൽക്കഹോളിനെ, പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ടും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ടും കൺവേർട്ട് ചെയ്യും. ആൽഡിഹൈഡ് ഫർദർ കാർബോക്സിലിക് ആസിഡ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നടക്കണില്ല. അതിന്റെ കാരണം എന്താണ്, ക്രോമാറ്റോ എസ്റ്റർ ഫോം ചെയ്യാൻ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്രോമാറ്റോ എസ്റ്റർ ഫോർമേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ടത് നടക്കില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടായാൽ മതി. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റിയേജന്റ് എന്ന് പറയുന്നത് ക്രോമിയത്തിന്റെ PDC ആണ്, പിരിഡിനിയം ഡൈക്രോമേറ്റ്. PDC, which is a good oxidizing agent and is obtained by the reaction of chromium trioxide with pyridine in presence of water. Chromium trioxide pyridine in presence of water react ചെയ്തിട്ടാണ് പിരിഡിനിയം ഡൈക്രോമേറ്റ് ഫോം ചെയ്യുന്നത്. PDC is less acidic than PCC. It is often used to oxidize alcohol that may be sensitive to acids. ആസിഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൽക്കഹോൾസിനെ ഓക്സിഡേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് PDC യൂസ് ചെയ്യുന്നത്. പ്രൈമറി ആൽക്കഹോൾ ഇൻ ഡൈക്ലോറോമീഥേൻ സൊല്യൂഷൻ ടു ആൽഡിഹൈഡ് ഇൻ എക്സലന്റ് ഈൽഡിൽ തരാൻ വേണ്ടിയിട്ട് നമ്മൾ PDC യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, നമ്മളെ അലൈലിക് ആൽക്കഹോൾസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കാർബണൈൽ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നുണ്ട്. Methylene chloride solution PDC oxidizes primary and secondary alcohol in roughly the same fashion as PCC but much more slowly ആയിട്ടാണ്. PCC നേക്കാളും slow reaction ആണ്. However, എവിടെ in methylene chloride. However, in DMF solution, saturated primary alcohols are oxidized to carboxylic acid. DMF solution എടുക്കുമ്പം carboxylic acid ആയിട്ട് തന്നെ primary alcohol മാറുന്നുണ്ട്. In both solvents, allylic alcohols are oxidized efficiently to conjugated enols and enones respectively. കുറച്ച് റിയാക്ഷൻസ് നോക്കാം PDCയുടെ. കാണുന്നുണ്ടോ? PDC in CH2Cl2 ആകുമ്പം ആൽഡിഹൈഡ് ആയിട്ട് മാറും. അതേസമയം DMF ആയപ്പം COOH ആയിട്ട് മാറി. പിന്നെ ആസിഡ് സെൻസിറ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രസൻസിൽ PDC CH2OHനെ CHO ആക്കി മാറ്റി. മുകളിൽ സെക്കൻഡും തേർഡും ഒക്കെ തന്നെയാണ് പറയുന്നത്. സെക്കൻഡിൽ CH2OH പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആയിട്ട് മാറി. അതേസമയം തേർഡിൽ നോക്കിയേ, DMFന്റെ പ്രസൻസിൽ പ്രൈമറി ആൽക്കഹോൾ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറിയത്. കുറച്ച് എക്സാമ്പിൾസ് ഓർത്തിരുന്നാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുവരെ പറഞ്ഞ പോലെ തന്നെ റിയാക്ഷന്റെ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളൂ. നമുക്ക് ഇവിടെ നിർത്താം. നെക്സ്റ്റ് ഓക്സിഡേഷന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.